നിത്തി, നീ എവിടെയാ? മമ്മി എന്തോരം വിഷമിക്കുന്നു. എവിടെയാണെങ്കിലും അവളെ വേഗം കിട്ടിയാൽ മതിയായിരുന്നു. മായ ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ, കൊച്ചിപ്പ തന്നെ വരൂല്ലേ, ഇങ്ങനെ വിഷമിക്കാതെ. അതല്ല ചേച്ചി, അവളെ ഞാൻ വഴക്ക് പറഞ്ഞുകൊണ്ടല്ലേ പോയത്. പിള്ളേരെ വഴക്ക് പറയേണ്ട സമയത്ത് വഴക്ക് പറഞ്ഞേ പറ്റൂ. ഇപ്പൊ അതൊക്കെ ആലോചിച്ചിട്ട് എന്തിനാ മനസ്സ് വിഷമിപ്പിക്കുന്നേ? വല്ല അസുഖം വരുത്തി വെക്കും. ചേച്ചി പോലീസ് എങ്ങാനും വിളിച്ചോ? അവളുടെ പപ്പയും ഇവിടുത്തെ ചേട്ടനും കൂടി പോയിട്ടുണ്ടല്ലോ പോലീസ് സ്റ്റേഷനിലോട്ട്. അവരെന്തായാലും നമ്മളെ ഉടനെ വിളിക്കും കേട്ടോ. അവളെ ഉടനെ തന്നെ കിട്ടും. നീ ഒന്നും കുടിച്ചിട്ടില്ലല്ലോ, കഴിച്ചിട്ടില്ലല്ലോ, ഇന്ന് ഈ ചായ കുടിക്ക്. വേണ്ട ചേച്ചി, എനിക്കൊന്നും ഇറങ്ങൂല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ മായ? ആരോഗ്യം നോക്ക്. എന്നാ കുടിക്ക്, ഇത്തിരിയെങ്കിലും കുടിക്ക്. എടാ ടോബി, നമ്മൾ എപ്പോഴെങ്കിലും തിരിച്ചു വന്നാൽ നന്നായി. ഇല്ലെങ്കിൽ നമ്മളെ അന്വേഷിച്ചിട്ട് പോലീസ് വന്നേനെ. ഞാൻ കുറച്ചുകൂടി ലേറ്റ് ആക്കിയാലോ എന്ന് ആലോചിച്ചാടി. ഇതിപ്പോൾ പണിയായല്ലോ. എന്നാലും ആ നിത്യ അവിടെ പോയി. ടോബി, എനിക്ക് നല്ല പേടിയാവുന്നുണ്ട് കേട്ടോ. ഇനി എങ്ങാനും ആ സംഭവത്തിന് ശേഷമാണോ അവളെ ഇറങ്ങിപ്പോയെങ്കിലോ? ഒന്ന് പോടി, ആളെ പേടിപ്പിക്കാണ്. അതെങ്ങാനുവാണെങ്കിൽ എനിക്ക് നല്ല പണി കിട്ടും. ഇല്ലടാ, അതെന്തായാലും ഉണ്ടാവില്ല. ഞാനൊക്കെ കണ്ടതല്ലേ, പിന്നെന്താ. ഇനി അവളെ എന്നോട് വല്ലോ വൈരാഗ്യത്തിനാണ് ഇറങ്ങിപ്പോയത്. ഒരു കുഴപ്പം കൂടാണ്ട് വേഗം കണ്ടുപിടിച്ച് കിട്ടിയാൽ മതിയായിരുന്നു. അതേ, ഉള്ള സമാധാനം പോയി. അവളെ ഇങ്ങോട്ട് വരണ്ടായിരുന്നു. സമാധാനത്തോടെ ഇരിക്കായിരുന്നു നമുക്ക്. ചേച്ചി, ചേച്ചി, എന്നാടി പാറു? ചേച്ചി, നിത്യ ചേച്ചി എന്നാലും എവിടെ പോയതായിരിക്കും? അറിയില്ലടി, പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ. ഉടനെ തന്നെ കണ്ടുകിട്ടും. ചേച്ചി, ഇന്നാ ചേച്ചി ഇവിടെ വരുകയും ചെയ്തല്ലേ? അതാ എനിക്ക് ഇത്ര പേടി. നമ്മളായിട്ട് വഴക്കിട്ടിട്ട് പോയതായിരിക്കുമോ? ഇല്ല പാറു, അതൊന്നും ആയിരിക്കില്ല. ഞാനത് ആരോടും പറഞ്ഞിട്ടില്ല. എനിക്ക് പേടിയാവുന്നു ചേച്ചി. നീ പേടിക്കണ്ട കേട്ടോ. ഒന്നുമല്ലേ ചേച്ചി. ലച്ചുവിൻ്റെ വിഷമം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ മേല. അയ്യോ, നീ പോയി ലച്ചുവിൻ്റെ അടുത്തിരിക്കുക. എന്നിട്ട് പറ കുഴപ്പമൊന്നുമില്ല, അവൾ പെട്ടെന്ന് കിട്ടുമെന്ന് പറയട്ടോ. വേണ്ട ചേച്ചി, എനിക്ക് ലച്ചുവിൻ്റെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇവിടെ ഇരുന്നോളാം. ശരിയടി. ഇപ്പോൾ കുറേ നേരമല്ല നടക്കുന്നു. എൻ്റെ വീട്ടുകാർക്കാണെങ്കിൽ എന്നോട് ഒരു സ്നേഹമില്ല. ഞാൻ ഉടനെ തന്നെ എൻ്റെ ഇഷ്ട സ്ഥലത്തെത്തട്ടെ. അപ്പം അറിയാം എൻ്റെ വില ഇവർക്കൊക്കെ. കപ്പലെടുത്തിട്ടുണ്ടാവുമോ എന്തോ. ചെല്ലുമ്പോൾ അറിയാം. എന്തായാലും ഞാൻ അവിടെ എത്തിയിരിക്കും. നോക്കിക്കോ, ഇനി ഒരിക്കലും എനിക്കിവിടെ കാണണ്ട. ടോബി എന്നെ ചർച്ചു എൻ്റെ വീട്ടുകാർക്കും എന്നെ വേണ്ട. ഈ നശിച്ച നാട്ടിനെ ഞാൻ പോവുക. നിത്യ, നിക്കവിടെ. അയ്യോ പോലീസ്!